ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയ ഡെയിലി വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മുടെ മോർണിംഗ് ഇങ്ങനെ ഒരു കാലാവസ്ഥയിലായിരുന്നു കേട്ടോ. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഉള്ള അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും, പല പ്രദേശത്തും ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ. നമ്മുടെ മോർണിംഗ് ഇങ്ങനെയൊരു ദിവസത്തിലാണ് തുടങ്ങിയ കേട്ടോ. ഇതിനകത്ത് പല വീഡിയോസും ഞാൻ പലപ്പോഴായിട്ട് എടുത്തു വെച്ച വീഡിയോസാണ് കേട്ടോ. ഇപ്പോഴും പ്രോപ്പറായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചിരുന്ന കുറച്ച് വീഡിയോസാണ് കേട്ടോ ഇത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എൻ്റെ ചില ഡെയിലി റൊട്ടീൻസും ഒക്കെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഞാൻ താമസിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, പത്തനംതിട്ട റാന്നി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ വ്ളോഗിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. കുഞ്ഞിന് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള മർത്തോമ ഹോസ്പിറ്റലാണ് കാണിച്ചിരുന്നത്. ആ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് അത് കഴിഞ്ഞ് നമ്മൾ പ്ലാച്ചേരി അങ്ങനെയുള്ള കുറച്ച് സ്ഥലത്തേക്ക് ഒന്ന് പോയിരുന്നു. മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷ് ആകാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ അന്നേരം എടുത്ത കുറച്ച് വീഡിയോസാണ് കേട്ടോ. ആ ഒരു സ്ഥലത്തെ വീഡിയോസാണ് ഇതൊക്കെ. ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ, ഫോറസ്റ്റ് തന്നെയാണ്, ഏരിയയാണ് കേട്ടോ ഇത്. ഞങ്ങൾ എടുക്കുന്ന സൈഡിലായിട്ട് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കുറച്ചൊക്കെ ഒഴിവാക്കിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഓർത്താണ് അതും കൂടി എടുത്ത് ഇതിനകത്ത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചത്. അതുകൊണ്ട് സൈഡിൽ ഫുള്ള് വേസ്റ്റാണ്. ഒന്ന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഗോൾഡൻ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. ഞാൻ അവിടുത്തെ വീഡിയോസൊന്നും എടുത്തില്ല. അകത്തുള്ള വീഡിയോസ് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ റാന്നിക്കാരുടെ ലുലു മോളാണ് കേട്ടോ ഇത്. എനിക്ക് കൊച്ചിയിലെ ലുലു മോൾ ആണ് ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. വർഷങ്ങളായി ഇത് തുടങ്ങിയിട്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ കൊച്ചിയിലെ ലുലു മോൾ പോലെ തന്നെ എല്ലാം കിട്ടുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റാണ് കേട്ടോ ഇത്. അതിനുശേഷം ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഉള്ള ഒരു പ്രകൃതിയാണ് കേട്ടോ ഇത്. നമുക്ക് 2 ദിവസത്തിന് തുണി ഉണങ്ങാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒട്ടും വെയിലില്ലാത്തതിനാൽ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ മൂന്നാറിലെയും വാഗമണിലും ഒക്കെ താമസിക്കുന്നവരുടെ കാര്യം ഓർത്തത്. അങ്ങനെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് തുണി ഉണങ്ങിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അതിനുശേഷം അനിയൻ വീഡിയോ കോൾ ചെയ്യുകയാണ് കുഞ്ഞിനെ കാണാനായിട്ട്. എൻ്റെ അനിയൻ്റെ കുറച്ച് അവൻ്റെ കുറച്ച് ഹാബിറ്റുകളാണ് ഞാൻ ഇപ്പം കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇങ്ങനെ കുറേ മീനുകളെ വളർത്തുക, അതൊക്കെ അവൻ്റെ ചെറിയ ചെറിയ ഹോബികളാണ് കേട്ടോ. അതുപോലെ നമ്മുടെ വീട്ടിലെ പാവയ്ക്കാത്തോട്ടം, ഇത് അമ്മയുടെ ഹോബിയാണ് കേട്ടോ. ഈ വീഡിയോ ഞാൻ ഇതിന് മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നല്ലൊരു മഴ പെയ്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, പല വീഡിയോസ് ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീഡിയോസ് ഇടണമെന്നുള്ള എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും പറ്റാറില്ല. അതുകൊണ്ട് ഞാൻ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെച്ച് പറ്റുന്ന ടൈമിലൊക്കെ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ ഞാൻ ഒരു 2-3 ദിവസം എടുത്തു ഇപ്പം എഡിറ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യാൻ തന്നെ കേട്ടോ. നൈറ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ദീപിക പദുക്കോണിൻ്റെ ഒരു ചീസി റെസിപ്പി ഉണ്ടല്ലോ, അതുണ്ടാക്കാമെന്ന്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണാം കേട്ടോ. ഈ കുക്കിംഗ് വീഡിയോ ഞാനൊരു ഷോർട്സ് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊന്നും ടൈം കിട്ടില്ല, എന്തായാലും ഇപ്പോൾ ഒരുമിച്ചങ്ങ് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് ഞാൻ ഈ മുളക് എങ്ങനെയൊന്ന് കട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. അങ്ങനെ അവസാനം ഇങ്ങനെ നീളത്തിലൊക്കെ ഒന്ന് കട്ട് ചെയ്തു. ഇതെങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവസാനം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ വീഡിയോയിൽ കാണുക കേട്ടോ. ഞാൻ എൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും റീൽസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുമായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ റെസിപ്പി പറയുന്നില്ല. ആദ്യം ഞാൻ വിചാരിച്ചു ഇത് ഫ്ലോപ്പ് ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ
ഫ്ലോപ്പൊന്നും ആയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ചീസ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇത് ഫ്ലോപ്പാവുമെന്നൊക്കെ വിചാരിച്ചെങ്കിലും നല്ല സൂപ്പർ കറിയായിരുന്നു കേട്ടോ. ഇത് ഉപയോഗിച്ച് ഈ ഒറ്റ കറി കൊണ്ട് നമുക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം കേട്ടോ. സൂപ്പറായിരുന്നു. ഈ ഒരു വീഡിയോ ഞാൻ അന്ന് നമ്മൾ മഞ്ഞ് മൂടി നിന്ന ആ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് കേട്ടോ. ആ ഒരു ദിവസത്തെ ഈവനിങ് ടൈമിലെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഈവനിങ് ആയപ്പോൾ ആകാശം നല്ല ഈ ഒരു കളറായി മാറി കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പറ്റുമെങ്കിൽ മാക്സിമം ഞാൻ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.